വൈൽഡ് കാർഡ് എൻട്രി കൂടെ കയറി കഴിഞ്ഞപ്പോൾ അതൊരു ശവപ്പറമ്പായി മാറി എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ശാരിക ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് രേണുസുതിയായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്ലാഷസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ചെന്നപ്പോഴത്തേക്കും നിങ്ങളെ കാണാൻ സാധിച്ചത് ഇങ്ങനെയാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ. അടയും ചക്കരയും പോലെ. അതെ അതെ, തീർച്ചയായിട്ടും അടയും ചക്കരയും തന്നെയാണ്. കാരണം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കാരണം അതിനകത്ത് കയറുമ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഉപദേശങ്ങൾ കിട്ടുള്ളൂ നമുക്ക് പുറത്തുനിന്ന്. ശരിക്കും രേണുസുതി കയറുന്നുണ്ടാവാം, രേണുസുതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മൈൽ സ്റ്റോണിൽ രേണുസുതിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കമന്റ്സ് വെച്ചിട്ട് അവരുടെ പെർമിഷനോട് കൂടി അവരെ അവരെ ക്യാരക്ടർ അസാസിൻ ചെയ്യാത്ത തരത്തിലാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അവർക്കറിയാം ഞാനിതൊക്കെ ചോദിക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അവരെന്താണെന്ന് ഞങ്ങൾക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ടീമിനും അറിയാം, എനിക്കും അറിയാം. അവരൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ്. അത്ര റെസ്പെക്റ്റോടെയാണ് ക്രൂ അവരെ ഞാൻ കാണുന്നതാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചതും അവർ പറഞ്ഞു വിട്ടതും എല്ലാം അത്ര റെസ്പെക്റ്റോട് കൂടിയാണ്. അപ്പോൾ ആസ് എ പേഴ്സൺ അവരവിടെ അടിപൊളിയാണ്. ആ പേഴ്സണെയാണ് ഞാൻ അവിടെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മൈൽ സ്റ്റോണിലെ ഗസ്റ്റ് ആയിട്ടല്ല രേണുസുതി അവിടെ കാണുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഒരു ഫ്രണ്ട് ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ രേണുസുതിയായിട്ട് ഒരു തരത്തിലും അവരവിടെ മോശം പ്രവൃത്തി കാണിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും മോശമായിട്ട് അവരെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഹോട്ട് സീറ്റ് ശരിയായനെ. പക്ഷേ അവരൊരു മോശം പ്രവൃത്തി അവരെ കാണിച്ചിട്ടില്ല. അവർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടിലായി പോയി അവർ. ആൻഡ് ഷീസ് എ നൈസ് ആൻഡ് ജെനുവൻ പേഴ്സൺ എന്ന് ഞാൻ പറയാം. ഹാർഡ് വർക്കിംഗ് ലേഡി. അവർക്ക് പറ്റിയ ഒരു ഇടവായിരുന്നില്ല ബിഗ് ബോസ്.